ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 4 വ്യാഴാഴ്ചയാണ്. ആദ്യം ഗ്ലോബൽ മാർക്കറ്റുകളിൽ US മാർക്കറ്റ് ശക്തമായ നിലയിൽ ക്ലോസ് ചെയ്തു. S&P 500ഉം നാസ്ഡാക്കും പുതിയ ഓൾ ടൈം ഹൈസ് ടച്ച് ചെയ്തു. ടെസ്ല, എൻവിദിയ എന്നീ സ്റ്റോക്കുകളാണ് വലിയ നേട്ടമുണ്ടാക്കിയത്. ഇനി US ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ച് ഇന്ന് മാർക്കറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. UK-യിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ സെൻസെക്സ് 80,000 എന്ന മാർക്ക് ക്രോസ് ചെയ്തിരിക്കുന്നു. സൂപ്പർ പോസിറ്റീവിൽ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റുകൾ ഉള്ളത്. ഇനി ഇന്നലെ RBI ഗവർണർ ശ്രീ ശക്തികാന്ത ദാസ് ബാങ്ക് CEOമാരുമായി ഒരു നിർണായക കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മളിവിടെ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് നിഫ്റ്റിയിൽ ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും ഒത്തിരിയേറെ വാർത്തകൾ നമുക്ക് നോക്കാനുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയ വാർത്ത RBI ഗവർണർ ശക്തികാന്ത ദാസ് ഇന്നലെ വൈകുന്നേരം പൊതുമേഖല സ്വകാര്യ മേഖലാ ബാങ്കുകളുടെ മാനേജിംഗ് ഡയറക്ടർമാരും CEOമാരുമായി ഉന്നതതല യോഗം നടത്തി. ബാങ്കുകളുടെയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഉന്നതതല മാനേജർമാരുമായി RBI നടത്തുന്ന പതിവ് ചർച്ചകളുടെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ച. ഇനി ഈ ചർച്ചയുടെ കീ ഫോക്കസ് ഏരിയകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബാങ്കുകളിലെ ഭരണം മെച്ചപ്പെടുത്തുന്നതിന് ഊന്നൽ നൽകുന്നു. റിസ്ക് മാനേജ്മെന്റ് രീതികൾ മെച്ചപ്പെടുത്തുക. ഇതുകൂടാതെ സൈബർ സെക്യൂരിറ്റി മെച്ചപ്പെടുത്തുക. മ്യൂൾ അക്കൗണ്ടുകൾ, അതായത് ക്രിമിനലുകൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുകയും സാമ്പത്തിക കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുകയും ഡിജിറ്റൽ തട്ടിപ്പിനെതിരെ പോരാടണമെന്നും RBI ഗവർണർ ശക്തികാന്ത ദാസ് ഇന്നലെ അഭ്യർത്ഥിച്ചു. ബാങ്കിംഗ് സെക്ടറുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് പറഞ്ഞത്. അടുത്തത് ഗ്രാമീണ ഭവനങ്ങൾക്കുള്ള സംസ്ഥാന സബ്സിഡികൾ 50% വരെ വർദ്ധിപ്പിക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നു. $6.5 ബില്യൺ ഉയർത്താനാണ് ഇപ്പോൾ പദ്ധതിയിടുന്നത്. ഇനി ഇത്തരത്തിലുള്ള വർധനവിനുള്ള കാരണങ്ങൾ കൂടി നോക്കാം. ഗ്രാമീണ റോഡുകളും കാർഷിക മേഖലയിലെ യുവാക്കൾക്കുള്ള തൊഴിൽ പരിപാടികളും ഉൾപ്പെടെയുള്ള ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായാണ് ഈ വർധനവ്. പ്രധാനമന്ത്രി ആവാസ് യോജന റൂറൽ പദ്ധതിക്ക് കീഴിൽ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ 26 ദശലക്ഷത്തിലധികം വീടുകളുടെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചത്. വരും വർഷങ്ങളിൽ 20 ദശലക്ഷത്തിലധികം വീടുകൾ കൂടി നിർമ്മിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നു. ഈയൊരു പദ്ധതി ഹൗസിംഗ് ഫിനാൻസ്, സിമന്റ് മേഖലയിലുള്ള കമ്പനികൾ എന്നിവയ്ക്കൊക്കെ വളരെ ഗുണകരമാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഹഡ്കോ, ആധാർ ഹൗസിംഗ് ഫിനാൻസ്, GIC ഹൗസിംഗ് ഫിനാൻസ് എന്നീ കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായ വാർത്തയാണ്. ഇവിടെ പറഞ്ഞ കമ്പനികളുടെയും സെക്ടറുകളുടെയും പേര് ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം വേദാന്ത ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ക്വാർട്ടർലി അപ്ഡേറ്റ്സിലേക്ക്. അലുമിനിയം പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയറിൽ 3% വർധനവ് രേഖപ്പെടുത്തി. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഫ്ലാറ്റ് ആയിരുന്നു. അലുമിന പ്രൊഡക്ഷൻ ലാൻജി ഗാർഗ് റിഫൈനറിയിൽ 36% വർധനവ് രേഖപ്പെടുത്തി. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 11% വർധനവ് രേഖപ്പെടുത്തി. മൈൻഡ് മെറ്റൽ പ്രൊഡക്ഷനിൽ 2% വർധനവ് മാത്രമാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 12% ഇടിവാണ് വന്നിരിക്കുന്നത്. സെയിലബിൾ മെറ്റൽ പ്രൊഡക്ഷനിൽ 1% വർധനവും കഴിഞ്ഞ ക്വാർട്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ 4% ഇടിവും വന്നിരിക്കുന്നു. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടാണ് ഇപ്പോൾ ക്വാർട്ടർലി അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത്. മറ്റൊരു വാർത്തയുള്ളത് ITD സിമെന്റേഷനുമായി ബന്ധപ്പെട്ടതാണ്. പ്രൊമോട്ടർമാർ ഓഹരി വിൽപ്പന നടത്താനൊരുങ്ങുന്നു. എന്നാൽ ചർച്ചകൾ പ്രാഥമിക ഘട്ടത്തിലാണ്, അന്തിമ തീരുമാനങ്ങളായിട്ടില്ല. മറ്റൊരു കമ്പനി സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. ഗ്രോസ് അഡ്വാൻസസ് 42% വർധനവ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നു. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 4% വർധനവാണ്. നല്ല ഗ്രോത്ത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഇയർ ഓൺ ഇയറിൽ ഡിസ്ബേഴ്സ്മെന്റ് പുതിയ ലോണുകൾ കൊടുക്കുന്നതിൽ 46% വർധനവുണ്ടായിരിക്കുന്നു. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 26% ഇടിവാണ് വന്നിരിക്കുന്നത്. ടോട്ടൽ ഡെപ്പോസിറ്റിൽ 42% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നപ്പോൾ 5% വർധനവാണ് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ വന്നിരിക്കുന്നത്. നോൺ പെർഫോമിംഗ് അസറ്റ്സ് 2.67%. കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 3% നല്ലൊരു സ്ട്രോങ് പെർഫോമൻസ് തന്നെയാണ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തത് ബ്രിഗേഡ് എന്റർപ്രൈസസ് ആണ്. ബാംഗ്ലൂരുവിൽ 8 ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന റെസിഡൻഷ്യൽ പ്രൊജക്റ്റിനായി സംയുക്ത വികസന കരാറിൽ ഒപ്പുവെച്ചു. പദ്ധതിയുടെ മൊത്തം മൂല്യം 1100 കോടി രൂപയാണ്. മറ്റൊരു കമ്പനി ബജാജ് ഫിനാൻസ് ആണ്. അസറ്റ് അണ്ടർ മാനേജ്മെന്റ് 3.54 ലക്ഷം കോടി രൂപയിലാണ്. 31% വർധനവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. ഡെപ്പോസിറ്റ്സിൽ 26% വർധനവ് വന്നിരിക്കുന്നു. പുതിയ ലോൺ ഗ്രോത്തിൽ 10% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഹിൻഡ് കോപ്പർ, ഇന്ത്യ സിമെന്റ്സ് എന്നിവയാണ്. ഇനി നമ്മുടെ ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 10:30 മുതലാണ്. 3:30 വരെയാണ് ലൈവ് ഉണ്ടായിരിക്കുക. നമുക്കങ്ങനെ ഒരുമിച്ച് ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസരമാണ്. അപ്പോൾ എല്ലാവരും അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ ഒത്തിരിയേറെ സുഹൃത്തുക്കൾക്ക് ലൈവ് കാണാൻ സാധിക്കാറില്ല എന്നൊക്കെ പറയാറുണ്ട്.
അവർക്ക് വേണ്ടി നമ്മൾ തൊട്ട് താഴെ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ചത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കാം. ഇന്ത്യൻ മാർക്കറ്റുകൾ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. സെൻസെക്സ് ചരിത്രത്തിൽ ആദ്യമായി 80,000 എന്ന ലെവൽ ടച്ച് ചെയ്തു. 80,014 എന്ന പുതിയ ഓൾ ടൈം ഹൈ ലെവലാണ് സെൻസെക്സ് ഹിറ്റ് ചെയ്തത്. നിഫ്റ്റിയിലേക്ക് വന്നാൽ 24,307 എന്ന പുതിയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. ഇന്നലെ എല്ലാ ക്രെഡിറ്റും പോകുന്നത് HDFC ബാങ്കിനായിരുന്നു. US മാർക്കറ്റിൽ HDFC ADR 4% ഉയർന്ന വാർത്ത ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ നമ്മൾ കൊടുത്തതാണ്. അങ്ങനെ HDFC ബാങ്കിൻ്റെ സഹായത്തോടെ ബാങ്ക് നിഫ്റ്റി പുതിയ ഓൾ ടൈം ഹൈ ലെവലായ 53,256 ഹിറ്റ് ചെയ്തു. ഇന്നലെ FMCG സ്റ്റോക്കുകൾ നേട്ടമുണ്ടാക്കി. ഡിഫൻസ് സ്റ്റോക്കുകൾ ഇന്നലെ ഉയർന്നു. BHEL, HAL തുടങ്ങിയവ ടോപ്പ് ഗെയിനേഴ്സായി മാറി. നിഫ്റ്റിയിലേക്ക് 24,286 162 പോയിന്റ്സ് ഉയർന്നാണ് ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഒരു സ്ട്രോങ് നോട്ടിൽ തന്നെയാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. കുറച്ച് ദിവസങ്ങളായി ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ നിഫ്റ്റിയിൽ ആ സെല്ലിംഗ് പ്രഷർ കണ്ടില്ല. എന്നിരുന്നാലും ഇന്നലെ ത്രൂ ഔട്ട് ഒരു സൈഡ് വേസിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ബോളിഞ്ചർ ബാൻഡിൻ്റെ അപ്പർ എൻഡ് ഉള്ളത് 24,400 ആ ലെവൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ RSIയിൽ നെഗറ്റീവ് ഡൈവേർജൻസും ഹവർലി മൊമെൻറ്റം ഇൻഡിക്കേറ്റർ നെഗറ്റീവ് ക്രോസ് ഓവർ കാണിക്കുന്നതും ഇന്നലത്തെ ഡോജി ക്യാൻഡിലും ഇത് മൂന്നും വെച്ച് നോക്കുമ്പോൾ ഒരു റിവേഴ്സലിൻ്റെ ചെറിയ സൂചനകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഡൗൺ സൈഡിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ 24,200 അതിനുശേഷം 40 ഹവർ EMA ഉള്ള 24,170 ലെവൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ തന്നെയാണ്. അപ്സൈഡിലേക്ക് വന്നാൽ 24,400 പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുള്ളത്. അടുത്തത് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിലാണ്. ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജി ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഒരു റിവേഴ്സലിൻ്റെയൊക്കെ ചെറിയ സൂചനകൾ ഇത് നൽകുന്നുണ്ട്. അടുത്തത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ. കോൾ സൈഡിൽ 25,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 24,500 സ്ട്രൈക്കിലും അതിനുശേഷം 24,300 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 24,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 23,800 സ്ട്രൈക്കിലും അതിനുശേഷം 23,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു ഇമീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,300 റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,000 ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 24,300 സ്ട്രൈക്കിൽ 666% വർധനവാണ് പുട്ട് സൈഡിലുള്ളത്. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. എന്നാൽ 82% വർധനവ് മാത്രമാണ് കോൾ സൈഡിൽ കാണുന്നത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് അവിടെയുള്ളത്. 24,250 സ്ട്രൈക്കിൽ 860% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പ്. 76% മാത്രം വർധനവ് കോൾ സൈഡിൽ, ഒരു ഷോർട്ട് ബിൽഡപ്പ്. 24,350 സ്ട്രൈക്കാണ് അടുത്തത്. 620% വർധനവ് പുട്ട് സൈഡിൽ, ലോങ് ബിൽഡപ്പ്. 85% വർധനവ് മാത്രം കോൾ സൈഡിൽ, ഒരു ഷോർട്ട് ബിൽഡപ്പ്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ പുട്ട് സൈഡിന് കൃത്യമായ ഒരു മുൻതൂക്കം കാണാൻ കഴിയും. ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഇന്നലത്തെ താരം നമ്മൾ പറഞ്ഞു ബാങ്ക് നിഫ്റ്റി തന്നെയായിരുന്നു. 53,089 921 പോയിൻറ്റ്സ് ഉയർന്നാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. HDFC ബാങ്കിൻ്റെ സഹായത്തോടെയാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ഉയർന്നത്. ക്ലോസിംഗ് ബേസിസിൽ 53,000 മുകളിലായി ക്ലോസ് ചെയ്തു എന്നത് ഒരു സ്ട്രെങ്ത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഹയർ ലോ ഫോർമേഷനാണ് ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടത്. ഇനി സപ്പോർട്ടാവാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ലെവൽ വരുന്നത് 52,500 മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. കോൾ സൈഡിൽ 55,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക്. അതിനുശേഷം 53,000 സ്ട്രൈക്കും അതിനുശേഷം 53,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 53,000 തന്നെയാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് വരുന്നത്. അതിനുശേഷം 52,000 സ്ട്രൈക്കും അതിനുശേഷം 52,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 53,500 സപ്പോർട്ടാവാൻ സാധ്യതയുള്ളത് 53,000 ഇന്ത്യ വിക്സിലേക്ക് തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് ഇടിയുന്നത്. 13.20 എന്ന നിലയിൽ 3.19% ഇന്നലെ ഇന്ത്യ വിക്സ് ഇടിഞ്ഞത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെൻറ്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIs ഇന്നലെ വലിയ ബൈയിങ്ങിലേക്കാണ് പോയത്. 5,483 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. DIs ആവട്ടെ സെല്ലിങ്ങിലേക്കാണ് പോയത്. 924 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്തത്. ഇന്നലത്തെ വലിയ ബൈയിങ്ങിന് ശേഷം ജൂലൈ മാസത്തിൽ അവർ നെറ്റ് ബൈയേഴ്സ് ആയി കഴിഞ്ഞു. US മാർക്കറ്റുകളിലേക്ക് S&P 500ഉം നാസ്ഡാക്കും ബുധനാഴ്ച റെക്കോർഡ് ക്ലോസിംഗ് രേഖപ്പെടുത്തി. ഇപ്പോൾ USൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷകൾ എന്നത് സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടായിരിക്കും എന്നതാണ്. ഡൗ ജോൺസ് ഇന്നലെ 0.06% ഇടിഞ്ഞു. നാസ്ഡാക്ക് 0.88% നേട്ടവും ഉണ്ടാക്കി. ഇന്നലെ സെല്ലിംഗ് പ്രഷർ നേരിട്ടത് ഹെൽത്ത് കെയർ സ്റ്റോക്കുകളും അതുപോലെ കൺസ്യൂമർ സ്റ്റോക്കുകളുമായിരുന്നു. ചൊവ്വാഴ്ച 10% ഉയർന്ന ടെസ്ല ഇന്നലെ 6.5% നേട്ടമുണ്ടാക്കി. എൻവിഡിയയും ഇന്നലെ ഉയരുകയുണ്ടായി. 4.6% ഇന്നലെ ഉയർന്നത്. ആമസോണാണ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തത്. 1.2% ഇടിഞ്ഞു.
US ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ച് ഇന്നലെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 വരെ മാത്രമേ ട്രേഡിംഗ് ഉണ്ടായിരുന്നുള്ളൂ. വളരെ ചെറിയ ട്രേഡിംഗ് സെഷനായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്ന് US മാർക്കറ്റ് ഹോളിഡേ കൂടിയാണ്. ഇന്നലെ US രണ്ട് ഡാറ്റകളാണ് പുറത്തു വന്നത്. ADP ഡാറ്റ ജൂണിൽ പ്രതീക്ഷിച്ചതിലും കുറവ് സ്വകാര്യ ശമ്പള വളർച്ച കാണിക്കുന്നു. അതേസമയം പ്രതിവാര തൊഴിലില്ലായ്മ ക്ലെയിം സാമ്പത്തിക വിദഗ്ധർ പ്രവചിച്ചതിനേക്കാൾ ഉയരുകയും ചെയ്തു. കൂടാതെ US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ ഇടിയുകയും ചെയ്തു. 4.36 ഇപ്പോൾ ഉള്ളത്. 1.45% ഇന്നലെ ഇടിഞ്ഞത്. ഡോളർ ഇൻഡെക്സിലും ഒരു ഇടിവ് കണ്ടു. 105.28 ഇപ്പോൾ ഉള്ളത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക്സൈഡിൽ ഇൻഫോസിസ് 0.70% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 0.62% ഇടിയുകയും ചെയ്തു. HDFC ബാങ്ക്, ICICI ബാങ്ക് എന്നീ ബാങ്കിംഗ് സ്റ്റോക്കുകളിൽ HDFC ബാങ്ക് ഒരു ഇടിവിലേക്ക് പോയി. 0.49% ഇടിഞ്ഞത്. ICICI ബാങ്ക് 0.59% നേട്ടമുണ്ടാക്കി. മേക്ക് മൈ ട്രിപ്പ് 2.90% നേട്ടവും ഉണ്ടാക്കി. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സിൽ ഡൗ ജോൺസ് ഉള്ളത് 0.01% ഇടിവിൽ. S&P 500 ഉള്ളത് 0.06% ഇടിവിലാണ്. ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം ഒരു സൂപ്പർ പോസിറ്റിവിറ്റിയിലാണ് ക്ലോസ് ചെയ്തത്. ഫ്രാൻസ് മാർക്കറ്റ് CAC വലിയ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. 1.24% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ജർമ്മൻ മാർക്കറ്റ് DAX 1.16% നേട്ടത്തിലും UK മാർക്കറ്റ് FTSE 0.61% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. സ്റ്റോക്ക് 600 0.8% ഉയരുകയും ചെയ്തു. എല്ലാ സെക്ടറുകളും ഇന്നലെ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. അതിൽ തന്നെ മൈനിങ് സ്റ്റോക്കുകളാണ് വലിയ നേട്ടമുണ്ടാക്കിയത്. 2.3% ഉയർന്നു. യൂറോപ്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ച തന്നെയാണ്. കാരണം 2 ദേശീയ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾക്കായി നിക്ഷേപകർ കാത്തിരിക്കുകയാണ്. UK വ്യാഴാഴ്ചയും ഫ്രാൻസിൽ ഞായറാഴ്ചയുമാണ് വോട്ടെടുപ്പ് നടക്കുക. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് DAX 0.07% ഇടിവിലാണ്. CAC 0.06% നേട്ടത്തിലും FTSE 0.07% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക്. ഏഷ്യ പസഫിക് വിപണികൾ വ്യാഴാഴ്ച ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഉയർന്നാണ്. ജപ്പാനിലെ ടോപ്പെക്സ്, അതായത് ടോക്കിയോ സ്റ്റോക്ക് പ്രൈസ് ഇൻഡെക്സ്, അതിൻ്റെ എക്കാലത്തെയും ഉയർന്ന നിരക്കായ 2886.50 എന്ന നില കടന്നിരിക്കുന്നു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഉള്ളത് 0.46% നേട്ടത്തിൽ. കോസ്പി മാർക്കറ്റ് 0.96% നേട്ടത്തിൽ. ശക്തമായ നിലയിൽ തന്നെയാണ് ഏഷ്യൻ മാർക്കറ്റുകൾ ഉള്ളത്. ഇപ്പോൾ സമയം 6:35. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 24,466 എന്ന നിലയിലാണ്. അതായത് ഇന്നും നമുക്കൊരു സൂപ്പർ ഓപ്പണിംഗ് തന്നെയാണ് ലഭിക്കാൻ സാധ്യതയുള്ളത്. 105 മുതൽ 115 പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് നിഫ്റ്റിയിൽ ഇന്ന് സാധ്യതയുള്ളത്. അതായത് ഇന്ന് ഓപ്പണിങ്ങിൽ തന്നെ പുതിയ ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യാനാണ് സാധ്യതയുള്ളത്. US സ്റ്റോക്ക് പൈലുകളിലെ വലിയ ഇടിവ് ഇന്നലെ US ക്രൂഡ് ഓയിൽ 1% മുകളിൽ ഉയരാൻ കാരണമായി. എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ കണക്കുകൾ അനുസരിച്ച് US ക്രൂഡ് ഓയിൽ ഇൻവെൻട്രികൾ കഴിഞ്ഞ ആഴ്ച 12.2 ദശലക്ഷം ബാരലായി കുറഞ്ഞു. US ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ച് ഇന്ന് മാർക്കറ്റുകൾക്ക് ഒരു ഹോളിഡേ ആണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചേഴ്സ് നോക്കിയാൽ $83.55 പെർ ബാരൽ എന്ന നിലയിലാണ് WTI ഉള്ളത്. 0.39% ഇടിവിലാണ്. WTI ഉള്ളത് 87.02 എന്ന നിലയിൽ 0.06% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള വാർത്തകളാണ്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.